അസ്സലാമു അലൈക്കും. നമ്മളെ ഹബീബിലേക്ക് അള്ളാഹു എന്തെല്ലാം പവറ കൊടുത്തു അല്ലേ? പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഭൂമി പോലും ഈ പ്രപഞ്ചം മുഴുവനും പടക്കാൻ കാരണം ഹബീബാണ്. സ്വർഗത്തിന്റെ താക്കോല് ഹബീബിന്റെ കയ്യിലാണ്. ഷഫാഅത്തും ഹൗദിനും അധികാരം ഹബീബാണ്. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹു കൊടുത്തിട്ടില്ലേ? ഒരു 10 പ്രത്യേകത നബിക്ക് പ്രസിദ്ധമാ. ശ്രദ്ധിച്ചു കേൾക്കിതു സോദര നീ വ്യക്തമായി. കൂട്ടുവായി നബിക്കില്ലാത്തതാണതിലൊന്ന്, ഇരിക്കാത്തതാണേ ഈ ജസദിൽ വന്ന്. അള്ളാന്റെ ഹബീബ് 63 വർഷം ജീവിച്ചിട്ട് ഒരു കൂട്ടുവായി ഹബീബ് ഇട്ടിട്ടില്ല. ഒരു പ്രാണിയോ ഈച്ചയോ ഹബീബിന്റെ ശരീരത്തിൽ വന്ന് ഇരുന്നിട്ടില്ല, കണ്ടിട്ടില്ല. ഭൂമിക്ക് മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും. ഭൂമിയുടെ മുകളിൽ മൂത്രമോ കാഷ്ടമോ കാണാറില്ല, ഭൂമി വിഴുങ്ങും. കണ്ടാൽ മൃഗങ്ങൾ ഓടലിൽ എന്നുണ്ട്, നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട്. ഒരു മൃഗവും ഹബീബിനെ കണ്ടാൽ ഓടുകയില്ല. അള്ളാന്റെ ഹബീബിന് നിഴലില്ല. കാരണം പ്രകാശമാണ് ഹബീബ്. പ്രകാശത്തിന് എങ്ങനെ നിഴലുണ്ടാവുക? ഉണ്ടാവോ? പ്രകാശമാണ് ഹബീബ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേലുള്ള പ്രകാശം. അല്ലാഹു ഹബീബിന്റെ ആശയങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. സ്നേഹിക്കൂ, പിൻപറ്റൂ, സുന്നത്തുകൾ അനുകരിക്കൂ, വിജയം വരക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.